ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വളപ്പിൽ ഇതുപോലൊരു നായ കുടുങ്ങിക്കിടക്കുകയാണ്. ഞാനിപ്പോൾ തിരുപ്പൂരിൽ നിന്നും, അതായത് തമിഴ്നാട് തിരുപ്പൂരിൽ നിന്നും ക്രിസ്മസ് ലീവിന് വന്നതാണ്. അപ്പോൾ ഒരാഴ്ച കൂടി ഞാൻ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഉമ്മ പറയുന്നത് എൻ്റെ കൂടെ നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് ഈ നായ, അതായത് ഈ ഒരു നായക്ക് ശരിക്കും പറഞ്ഞാൽ കാലില്ലാത്ത കൊണ്ട് ഈ ഒരു വളപ്പിൽ അത് കുടുങ്ങിക്കിടക്കുകയാണ്. കുറേ ദിവസമായിട്ട് ഉമ്മ അതിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മയും കൂട്ടി പോവുകയാണെങ്കിൽ ഇതിൻ്റെ കാര്യം വളരെയധികം കഷ്ടത്തിലാവും. അപ്പോൾ ആരും തന്നെ ഇതിനെ രക്ഷിക്കാനോ ഇല്ല, വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാനോ ഇല്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഒന്ന് രക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് പോയതാണ്. സത്യം പറഞ്ഞാൽ അതിനെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം ഇതുപോലുള്ള മിണ്ടാപ്രാണികളായും പ്രത്യേകിച്ചും നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു വീഡിയോയിൽ ഞാൻ മുഴുവനായും കാണിക്കുന്നത് പിന്നെ ഇതിനെ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിതിനെ ആദ്യം തന്നെ ഫുഡ് കൊടുക്കാൻ പോയി. ഉമ്മയില്ലാത്തതുകൊണ്ട് ഫുഡ് കൊടുക്കാൻ പോയി. അങ്ങനെ ഫുഡ് കൊടുക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും രക്ഷിക്കാൻ പറ്റുന്നൊരു പാകത്തിലാണ് ഈ ഒരു കുഴിയുള്ളത്. അങ്ങനെ വിചാരിച്ച് ഞാൻ പോകുമ്പോൾ അതിൻ്റെ വെള്ളം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അതായത് നമ്മുടെ വളപ്പിൽ നിന്ന് കുറേ ദൂരെ മാറിയിട്ടാണ് ഈ ഒരു കുഴിയുള്ളത്. അങ്ങനെ അവിടേക്ക് പോയി വീട്ടിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും അടുത്തുള്ള ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിന് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ മതിലൊക്കെ ചാടിക്കടന്നിട്ടാണ് പോവേണ്ടത്. അങ്ങനെ ഞാൻ അവിടേക്ക് എത്തി. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കുഴിയുള്ളത്. വലിയ കുഴിയാണ്, എന്നാലും കാണാൻ പാകത്തിലുള്ള, നായയെ കാണാൻ പാകത്തിലുള്ള കുഴി തന്നെയാണ്. അപ്പോൾ അവിടെ ഒരുപാട് പ്ലാസ്റ്റിക് കവറിലായിട്ട് ഉമ്മ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞ ശേഷം ഞാൻ ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് കവറ് ഞാനും എൻ്റെ അനിയൻ്റെ ഭാര്യയും കൂടി താഴ്ത്തി വെച്ച് നോക്കി. അതിന് കയറാൻ പറ്റുന്നതാണെങ്കിൽ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ അത് കയറിയിട്ടില്ല. ഞാൻ അതിന് പകരമായിട്ട് വെള്ളം ആദ്യം കൊണ്ട് പോയി വെച്ചു. എന്നിട്ട് അത് തിരിച്ച് വെള്ളം ഇങ്ങോട്ട് കയറ്റുന്ന സമയത്ത് തിരിച്ച് വീണ്ടും ആ വെള്ളം ഒഴുക്കി താഴെ പോയി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വെള്ളം കൊണ്ടുവന്നു അതിന് നിറച്ച് കൊടുത്തു. പക്ഷേ എത്ര ശ്രമിച്ചിട്ട് എനിക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒരാളും കൂടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കൂടി വന്നാൽ ഇതിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് പങ്കുവെക്കുന്നതാണ്. എന്തായാലും നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ എടുക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചത്തുപോകും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.